ഇനി വാർത്തകളിലേക്കാണ്. ശബരിമല ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിൽ നിന്ന് പുറപ്പെട്ടു. പമ്പ KSRTC സ്റ്റാൻഡിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് യാത്ര വൈകിയിരുന്നു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ശശി നാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, എപ്പോഴായിരുന്നു രാഷ്ട്രപതി അവിടെ നിന്ന് പുറപ്പെട്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പമ്പ KSRTC സ്റ്റാൻഡിന് സമീപത്താണ് മരം വീണ്. നമുക്കറിയാം, കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥയാണ് പലയിടത്തും. ഇന്ന് മഴ മുന്നറിയിപ്പുകളൊക്കെയുണ്ട്. അതിന്റെ ഭാഗമായാണ് അവിടെ KSRTC സ്റ്റാൻഡിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണത്. അതിനെ തുടർന്ന് രാഷ്ട്രപതിയുടെ യാത്ര അല്പസമയം വൈകിയിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി യാത്ര ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമല ദർശനത്തിന് പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 18-ാം പടി കയറുന്ന ദൃശ്യങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. കനത്ത സുരക്ഷയിലായിരുന്നു ശബരിമലയും പരിസര പ്രദേശങ്ങളും. ഇന്ന് സന്നിധാനത്ത് ദർശനത്തിനായി മറ്റ് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ശശി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചെറിയ ഒരു കാലതാമസം ഉണ്ടായെങ്കിലും എപ്പോഴാണ് രാഷ്ട്രപതി അവിടെ നിന്ന് പുറപ്പെട്ടത്? അശ്വതി, അല്പസമയം മുമ്പ് രാഷ്ട്രപതി ഇപ്പോൾ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. നമുക്ക് നേരത്തെ ലഭിച്ച 2 മണിക്ക് മുമ്പ് അവിടുന്ന് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയിക്കുന്നത്. പക്ഷേ ചെറിയൊരു സാങ്കേതിക തടസ്സം പമ്പയിലുണ്ടായി. കാരണം മരം വീണ് ഒരു ഗതാഗത തടസ്സം ഉണ്ടായി. അത് വെട്ടിമാറ്റിയതിനു ശേഷമാണ് രാഷ്ട്രപതി ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി എത്തുമെന്നാണ് നമുക്ക് ഇപ്പോഴുള്ള വിവരം ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് അത്തരത്തിലാണ് ക്രമീകരിച്ചത്. നേരത്തെ നിരക്കിലാണ് സജ്ജീകരിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് അവിടെ എത്തിയതിനു ശേഷം രാഷ്ട്രപതി തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് സാധ്യത. എന്തായാലും ദർശനം കഴിഞ്ഞ് രാഷ്ട്രപതി പമ്പയിലെത്തി. ഈ പ്രത്യേകം സജ്ജമാക്കിയ വാഹനം ഗൂർഖ വാഹനമാണ്. അത് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഭാഗമായി തയ്യാറാക്കിയ വാഹനമാണ്. ആ വാഹനത്തിലാണ് രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തിയത്. അതിനുശേഷം മലയിറങ്ങി വന്നതിന് ശേഷം പമ്പയിൽ തിരിക്കുന്നതിന് മുമ്പാണ് ഈ മരം ഒടിഞ്ഞ് വീണതിന് ഒരു തടസ്സം ഉണ്ടായത്. ആ മരം വെട്ടി മാറ്റുന്നതിന്റെ കാലതാമസം ഉണ്ടായി. അത് മാറ്റിയതിനു ശേഷം ഇപ്പോൾ രാഷ്ട്രപതി പത്തനംതിട്ടയിൽ സമീപം എത്തിയിരിക്കുന്ന അല്പസമയത്തിനകം ഈ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തും. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം തിരികെ പോകുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അശ്വതി, അതാണ് ശശി. നമുക്കറിയാം, രാവിലെ ശബരിമല ദർശനത്തിനായി പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയർ സിമന്റിൽ പുതഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം തേടിയിരുന്നു. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കേരളം മറുപടി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രമാടത്തേക്കും ഇതുപോലെ തന്നെ പെട്ടെന്ന് മാറ്റുകയായിരുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നിലയ്ക്കൽ നിന്നും പ്രമാടത്തേക്ക് മാറ്റിയതും വളരെ പെട്ടെന്നായിരുന്നു, അല്ലേ? അശ്വതി, തീർച്ചയായും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ രാഷ്ട്രപതി വരാൻ തീരുമാനിച്ചിരുന്ന സ്ഥലം നിലയ്ക്കലാണ്. അപ്പൊ അതായത് ശബരിമലയ്ക്ക് അടുത്തുള്ള നിലയ്ക്കൽ എന്ന സ്ഥലത്ത് ഹെലിപ്പാഡിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് റോഡ് മാർഗം പമ്പയിലെത്തി സന്നിധാനത്ത് പോവുക എന്നുള്ളതാണ് ആദ്യം ക്രമീകരിച്ചത്. ഇന്നലെ വരെ അത്തരത്തിലായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമാവുകയും അതുകൊണ്ട് അവിടെ ഹെലികോപ്റ്ററിൽ അവിടെ വന്നിറങ്ങാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് കോന്നി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഈ രാഷ്ട്രപതി വരാനുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം രാത്രിയാണ് പ്രത്യേകിച്ച് 3 ഹെലിപ്പാഡുകൾ അടിയന്തരമായി സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയത്. കോൺക്രീറ്റ് കൊണ്ട് തയ്യാറാക്കുകയായിരുന്നു. പക്ഷേ ആ കോൺക്രീറ്റ് ഉണങ്ങുന്നതിന് മുമ്പാണ് രാഷ്ട്രപതി രാവിലെ എത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഹെലികോപ്റ്ററിന്റെ വീല്, അതായത് ടയർ, ആ ടയർ ഈ കോൺക്രീറ്റിൽ പൊതഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രപതി ഇറങ്ങിയതിനു ശേഷമാണ് പോലീസുകാരും ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരും തള്ളി ഹെലികോപ്റ്റർ ഹെലിപ്പാഡിലേക്ക് നീക്കി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് കരുതുന്നത്. അതിനെതിരെ ഇപ്പൊ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രാഷ്ട്രപതിയെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരുന്ന സമയത്ത് അത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പ്രോട്ടോകോൾ ഉള്ളതാണ്, അത് ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഒരു വിമർശനമായി വരുന്നു. അത് കൃത്യമായി ഉണ്ടായിട്ട് സുരക്ഷാ വീഴ്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായി DGP പറഞ്ഞ അത്ര ഒരു ആഭ്യന്തര വകുപ്പ് പറഞ്ഞ അത്ര ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകേണ്ടി വരും. പക്ഷേ രാഷ്ട്രപതിയോടൊപ്പം രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തിയ ആന്റണി MP-യും ഈ വിമർശനം ഉന്നയിക്കുന്നു. കാരണം രാഷ്ട്രപതിയെ പോലൊരാള് പത്തനംതിട്ടയിലെത്തുമ്പോൾ പ്ലാൻ A, B, C എന്നീ ക്രമീകരണത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം ഉണ്ടാകണം. അത് ചെയ്യുന്ന കാര്യത്തിൽ ഈ സർക്കാരിന് സുരക്ഷയുടെ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പാണ് കോൺക്രീറ്റ് കൊണ്ട് അവിടെ ഇത്തരത്തിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചത്. അത് ഈ SPGയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്നാണ്
ഈ പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് ഫയർഫോഴ്സിന്റെയൊക്കെ സാന്നിധ്യത്തിലാണിത് അത്തരത്തിൽ ചെയ്തെന്നുള്ള കാര്യമാണ് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഈ ടയർ ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് താഴുന്ന കാര്യത്തിൽ അത് നേരത്തെ പരിശോധിച്ച് നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രപതി പോലുള്ള ആൾ വരുമ്പോൾ സ്വാഭാവികമായും രണ്ട് മാർഗങ്ങൾ, ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നുള്ള കാര്യം കൂടി ആന്റണി പങ്കുവെക്കുന്നു. പക്ഷേ അതേസമയം കെ ജനീഷ് കുമാർ സ്ഥലത്തെ എം.എൽ.എ. ജനീഷ് കുമാർ പറയുന്ന അത്ര ഒരു വീഴ്ച ഉണ്ടായില്ല. ഈ ഹെലികോപ്റ്റർ സാധാരണ അത് ഹെലിപ്പാഡിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അല്പം മാറിപ്പോയിട്ടുണ്ട്. അത് നീക്കി വെച്ചതാണ്. തുടരണം. കെ ജനീഷ് കുമാർ എം.എൽ.എയുടെ വാക്കുകൾ നമുക്ക് കേട്ട ശേഷം ഞാൻ ശശിയിലേക്ക് മടങ്ങി. എന്താവശ്യം വേണമെങ്കിലും അതിനുള്ള സഹായം ചെയ്യാനുള്ള ആളുകൾ അവിടെയുണ്ട്. എല്ലാ ടീമും ഉണ്ട്. NSCയുടെ ടീമുണ്ട്, കേരള പോലീസിന്റെ ടീമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പൈലറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ അത് മുമ്പോട്ട് നീക്കി സെൻട്രലാക്കി ഇട്ടു. അതിനുശേഷം അവര് ബാക്കി കാര്യങ്ങൾ ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇത് നമുക്ക് മലയാളിക്കായ ഒരു അപമാനമാകുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനിത് എന്റെ തൊട്ടു മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഞാൻ വിശദീകരിച്ചത്. അതാണ് MLA പറഞ്ഞത്. അവിടെ സുരക്ഷാ വീഴ്ച എന്നതിലപ്പുറത്തേക്ക് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് MLAയുടെ വാദം. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശിയിലേക്ക് വരാം. അതിനു മുമ്പ് രാഷ്ട്രപതി ഇന്ന് ശബരിമലയിലേക്ക് എത്തിയത്, സന്നിധാനത്തേക്ക് എത്തിയത് തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാഴ്ചയും വാർത്തയും. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പമ്പ സ്നാനത്തിന് ശേഷം പമ്പ ഗണപതിക്ക് മുന്നിൽ ഇരുമുടി കെട്ട് നിറച്ചായിരുന്നു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് തിരിച്ചത്. ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് അവിടേക്ക് എത്തിയത്. 18-ാം പടി കയറി എത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. അമ്പലത്തിന് പ്രശ്നങ്ങൾ നോക്കുന്നു. പിന്നീട് മാളികപ്പുറത്തും ദർശനം നടത്തിയിരുന്നു. ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു മലയിറങ്ങിയിരിക്കുകയാണ്. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, എത്ര സമയം അവിടെ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് ചെലവഴിച്ചു? ഒരു 1.5 മണിക്കൂറോളം രാഷ്ട്രപതി സന്നിധാനത്ത് ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ സമയം അവിടെ ശബരിമല ഉണ്ടായിരുന്ന സന്നിധാനത്ത് ദർശനം നടത്തിയതിനു ശേഷമാണ് പിന്നീട് രാഷ്ട്രപതി തിരികെ മടങ്ങുന്ന. ഭക്ഷണവും അവിടെ തന്നെ ആയിരുന്നു. എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം വലിയ ഒരു കാര്യമാണ്. കാരണം ശബരിമല ഭക്തിയാണ്. രാഷ്ട്രപതി നേരത്തെ 1 മാസത്തിന് മുമ്പേ ശബരിമലയിൽ എത്താൻ തീരുമാനിച്ചിരുന്നു. പിന്നീടാണ് ഈ 22 ഇന്ന്
ഇതിലേക്ക് മാറ്റിവെച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഇന്ന് എത്തിയത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. കെട്ട് നിറച്ച് പമ്പയിൽ എത്തിയതിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ചതിന് ശേഷമാണ് പ്രത്യേക ഗൂർഖ വാഹനത്തിൽ സാമി അയ്യപ്പൻ റോഡ് വഴി രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. അവിടെ എത്തിയതിനു ശേഷം 18ാം പടി ചവിട്ടി മുകളിലെത്തിയ രാഷ്ട്രപതിയെ തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ, ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു. തുടർന്നാണ് ദർശനത്തിന് 15 മിനിറ്റോളം നടയിലെത്തി ശ്രീകോവിലിന് മുന്നിലെത്തിയതിനു ശേഷം ഇരുമുടിക്കെട്ട് ശ്രീകോവിലിലെ സമർപ്പിച്ചതിന് ശേഷം 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിനു ശേഷമാണ് മണിമണ്ഡപത്തിലും ഒപ്പം മാളികപ്പുറത്തും ബാബരിസ്വാമി നടയിലെല്ലാം രാഷ്ട്രപതി എത്തി. തൊഴുതിനു ശേഷമാണ് ഗസ്റ്റ് ഹൗസ്, ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിശ്രമത്തിനായി പോയത്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നീട് മല ഇറങ്ങിയത്. മല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയ ഗൂർഖ വാഹനത്തിൽ തന്നെയാണ് തിരികെ പമ്പയിലെത്തിയതിനു ശേഷം മടക്കയാത്ര ഇപ്പം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പമ്പയിലെത്തിയതിനു ശേഷമാണ് മരം ഒടിഞ്ഞു വീണ ഗതാഗത തടസ്സം ഉണ്ടായത്. അതിന് കുറച്ച് മാറ്റത്തിന് ചെറിയ താമസം ഉണ്ടായതിനു ശേഷം ഇപ്പം അല്പസമയത്തിനും തന്നെ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് രാഷ്ട്രപതി എത്തും. ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം ദേവസ്വം ബോർഡിനെ അതുപോലെ തന്നെ ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷയുള്ള കാര്യമാണ്. ദേവസ്വം ബോർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇനിയും വരും സമയങ്ങളിൽ ലോക ആഗോള തലത്തിലേക്ക് ഈ ക്ഷേത്രം ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ശബരിമല മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വി ഗിരിയാണ് രാഷ്ട്രപതിയായ സമയത്ത് ശബരിമലയിൽ വന്നത്. 50 വർഷത്തിന് മുമ്പാണത്. അതിനുശേഷം ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനമുണ്ട്. എന്തായാലും രാഷ്ട്രപതി ഒരു 1.5 മണിക്കൂറോളം ശബരിമലയിൽ 1.5-2 മണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തിരികെ മടങ്ങുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി എത്തിച്ചേരും. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. അതാണ് ശശി, എല്ലാ ആചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് തന്നെ കരുതണം. കാരണം പമ്പയിൽ നിന്ന്, പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ച് നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലേ?